ഞാൻ വിശദമായി വ്യക്തമാക്കിയ ഈ സാഹചര്യത്തിൽ സ്വയം രക്ഷയ്ക്കായി ഒരു പ്രത്യേക മാനസിക വിക്ഷോഭത്താൽ നിലമറന്നോ കൊല ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയോ അല്ലാതെയുമാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്നുള്ളതിനാലും പ്രതി ഒരു മൈനർ ആയതുകൊണ്ടും ബഹുമാനപ്പെട്ട കോടതി ദാക്ഷിണ്യബുദ്ധ്യാ ഏറ്റവും കുറഞ്ഞതും ലഘുവായതുമായ ശിക്ഷ മാത്രമേ പ്രതിക്ക് നൽകാവൂ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യുവർ ഓണർ, 1 മിനിറ്റ് പ്ലീസ്. നിങ്ങൾ ആരാണ്? യുവർ ഓണർ, ഞാൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മിനിയുടെ അച്ഛനാണ്. പേര് രാജശേഖരൻ നായർ. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അവസാന നിമിഷത്തിലാണെങ്കിലും എന്റെ കൈ വന്നുയർന്നിട്ടുണ്ട്. വിധി പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കോടതി എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പ്രതിഭാഗം വക്കീൽ അവരുടെ കുടുംബ വക്കീലാണ്. അതുകൊണ്ട് പ്രതിക്ക് ന്യായമായ സംരക്ഷണം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചില സാക്ഷികളെ എനിക്ക് നേരിട്ട് വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ദയവായി ബഹുമാനപ്പെട്ട കോടതി അതിനെ അനുവദിക്കണം. മൈ ലോർഡ്, ഐ ഒബ്ജക്ട്. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ബഹുമാന്യ കോടതിയുടെ വിലയേറിയ സമയം പാഴാക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. നീതിന്യായ കോടതികളിലും നിയമവാഴ്ചയിലും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകണമെങ്കിൽ ന്യായം നടത്തിയാൽ മാത്രം പോരാ, ന്യായം നടത്തുന്നു എന്നുള്ള വിശ്വാസം വരുത്തണം. അതാണ് അടിസ്ഥാന പ്രമാണം. പ്രതിക്ക് വേണ്ടി എന്തെല്ലാം തെളിവുകൾ ഹാജരാക്കുന്നുവോ അവയെല്ലാം പരിശോധിക്കാനും ഏതെല്ലാം സാക്ഷികളെ വിസ്തരിക്കണമോ അവരെയെല്ലാം വിസ്തരിക്കാനും കോടതി സാവകാശം കൊടുക്കേണ്ടതാണ്. കാരണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. മിസ്റ്റർ രാജശേഖരൻ നായരുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള സാക്ഷികളെ വിസ്തരിക്കാൻ ഈ കോടതി അനുവദിച്ചിരിക്കുന്നു. അതിനായി ഈ കേസ് വിസ്താരം അവധിക്ക് വയ്ക്കുന്നു. അങ്ങനെയൊന്നും ചോദിക്കരുത് സാറേ. ഈ ബഹുമാനപ്പെട്ട കോടതിയിൽ അതൊന്നും പറയാൻ കൊള്ളത്തില്ല. ചോദിക്കുന്നതിന് മറുപടി പറയും. അണ്ണാ സാറ് ചോദിക്കണം. നിങ്ങളും രതിദേവിയും തമ്മിൽ അനാശാസ്യ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നത് വാസ്തവമാണോ? ആ വൃത്തിയോടൊക്കെ ഇവിടെ പറയണോ സാറേ? ഇത് കോടതിയാണ്. ചോദിച്ചതിന് മറുപടി പറയൂ. ശരിയാ സാറേ, ഏതാണ്ടൊക്കെ ചില ഇടപാടുകൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെളിയിൽ പറയാൻ കൊള്ളത്തില്ല. സാർ എന്നെ ശിക്ഷിപ്പിക്കരുത്. മരിച്ചുപോയ ഗോപിയുമായി നിങ്ങൾക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, വെറും കള്ളം. ഈ കൈപ്പട നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതെവിടെ നിന്ന് കിട്ടി? ഇതിലെഴുതിയിരിക്കുന്നത് ഞാൻ കോടതി വായിക്കട്ടെ. ഗോപി മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങൾ ഗോപിക്ക് അയച്ച കത്തല്ലേ ഇത്? ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഇല്ല ഇല്ല, ഞാൻ യാതൊന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ എഴുതിയ കത്താണ് എന്റെ കയ്യിലിരിക്കുന്നത്. യുവർ ഓണർ, ഈ കത്ത് ഞാൻ കോടതിയിൽ വായിക്കാൻ പോവുകയാണ്. ഈ കേസിലേക്ക് വെളിച്ചം വീശുന്ന മർമ്മപ്രധാനമായ കത്ത്. ഗോപി മരിക്കുന്നതിന് മുമ്പ് കുറ്റവാളിയെന്ന് മുദ്രയടിക്കപ്പെട്ട മിനിയുടെ മാന്യായ അമ്മ എഴുതിയ കത്ത്. ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാനിപ്പോ വായിക്കാം. എന്റെ പ്രിയപ്പെട്ടവനെ, നമ്മുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമാണല്ലോ. കല്യാണത്തിന് മുമ്പ് ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം. ഞാൻ വലിയ അസൂയക്കാരിയാണ്. എന്റേതെന്ന് ഞാൻ കരുതുന്ന ഒന്നും ഒരിക്കലും ഞാൻ മറ്റാരുമായും പങ്കിടുകയില്ല. അതുകൊണ്ട് ഇനിമേൽ ഗോപി മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ചിരിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ഗോപിയെ ഞാൻ കൊല്ലും. തീർച്ച. പ്രേമപൂർവം, രതി. ഇതെല്ലാം ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഞാനാണ് കുറ്റം ചെയ്തത്. ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് ഗോപി അല്ലെങ്കിലും മരിച്ചത് ഗോപിയാണ്. ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. ഒരു ദിവസം ഞാനും ഗോപിയും പതിവ് പോലെ എന്റെ മുറിയിലുണ്ടായിരുന്നു. പ്രേമചാബല്യങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടിരുന്നപ്പോൾ അപ്പോൾ അവിടെ വരില്ല എന്ന് കരുതിയിരുന്ന അമ്മ വന്നു കയറി. എനിക്കറിയാം നീ ഇത് ചെയ്യുമെന്ന്. നിൽക്കണ അവിടെ. നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. തെണ്ടിത്തിരിഞ്ഞ് നിന്നെ ഇവിടെ പിടിച്ച് കയറ്റി നിനക്ക് വേണ്ടതെല്ലാം തന്നത് എന്നെ സ്നേഹിക്കാനാണ്. നിനക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാനല്ല, എന്റെ മകളെ നശിപ്പിക്കാനല്ല. അയ്യോ, അത് ഞാൻ മിണ്ടല്ലടാ. അമ്മേ, ഗോപിയേട്ടനെ തൊടരുത്. മിനി, ഞാൻ കൊന്നുകളയും. നീയോ? ഞാൻ തന്നെ. ഞാൻ സ്നേഹിച്ച സകലരെയും അമ്മ എന്നിൽ നിന്നും പിടിച്ചകറ്റി. ഗോപിച്ചേട്ടൻ എന്റേത് മാത്രമാണ്. ഇവിടെ ആരെങ്കിലും മരിക്കണമെങ്കിൽ അത് അമ്മയാണ്.
അയ്യോ ഗോപിയേട്ടാ, ഗോപിയേട്ടാ. എന്റെ മമ്മിയെയാണ് ഞാൻ കൊല്ലാൻ ശ്രമിച്ചത്. കുട്ടിക്കാലം മുതലേ ഉള്ള പക തീർക്കാൻ. പാവം ഗോപി ഇടയ്ക്ക് കയറി വീണതാണ്. അങ്ങനെയാണ് ഗോപി മരിച്ചത്. ഇതാണ് വാസ്തവം, ഇതാണ് സത്യം. എന്റെ മമ്മി നിരപരാധിയാണ്. അച്ഛൻ മമ്മിയെ മനഃപൂർവ്വം പഴയ വിരോധം വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കേസ് വിധി പറയുവാനായി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. സാറ് വിളിച്ചോ? ഞാൻ റൂം വിടുകയാണ്. ബില്ല് കൊണ്ടുവരും. ശരി സർ. ഒന്ന് കാണാൻ വന്നതാണ്. എന്തിന്? ഒന്ന് കാണണമെന്ന് തോന്നി. അവസാനമായി. എനിക്ക് നിന്നെ കാണണ്ട. നീ ഇവിടുന്ന് എത്രയും വേഗം പോണം. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഉടനെ പോകാം. എനിക്ക് ചിലത് പറയാനുണ്ട്. വേണ്ട, ഒന്നും എനിക്ക് കേൾക്കണ്ട. നിന്നെ ചവിട്ടി പുറത്താക്കാതിരിക്കാൻ ഞാൻ പാടുപെടുകയാണ്. ദ്രോഹി. അതെ, ഞാൻ ദ്രോഹിയാണ്. എന്റെ തോന്നിയാസത്തിന് വേണ്ടി നിങ്ങളെ ആട്ടിപ്പുറത്താക്കി. ഒരു ബന്ധം മുറിച്ചെറിഞ്ഞപ്പോഴും എനിക്കൊരു ദുഃഖവും തോന്നിയില്ല. മതി, എനിക്ക് ആരുടെയും കുമ്പസാരം കേൾക്കണ്ട. തെറ്റുകളിൽ സുഖം തോന്നിയവളാണ് ഞാൻ. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുഖമെന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ മനസ്സ് നിറയെ വഞ്ചനയും കാപട്യവുമായിരുന്നു. അവിടെ സ്വസ്ഥതയ്ക്കും സുഖത്തിനും സ്ഥാനമില്ലായിരുന്നു. പക്ഷെ ഒന്ന്, നിങ്ങളെ വഞ്ചിച്ചപ്പോഴൊക്കെ ഞാൻ ദുഃഖിച്ചിട്ടുണ്ട്. എന്നാലും എന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്റെ തെറ്റ് എന്നെ തിരിച്ചടിച്ചു. എന്റെ മോളുടെ രൂപത്തിൽ ഗോപി മിനിയെ നശിപ്പിച്ചു എന്ന് കണ്ടപ്പോ എനിക്ക് അവനോട് തോന്നിയ വെറുപ്പ് അസൂയ കൊണ്ടായിരുന്നില്ല. അന്നാണ് ഞാൻ അവളുടെ അമ്മയായത്. ഗോപിയെ കൊന്ന ആരാണ്? മിനിയാണോ? അല്ല, അത് പറയാനാണ് വന്നത്. ഗോപിയെ കൊന്നത് ഞാനാണ്.
എന്നിട്ട് എന്റെ മിനിയെ നീ കൊലയാളിയാക്കി. ദ്രോഹി, നീ മരിക്കണം. നിന്നെ ഞാൻ കൊല്ലും. എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ കൊല്ലും. വേണ്ട, ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ട. ഞാൻ വിഷം കഴിച്ചിട്ടാ വന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ മരിക്കും. മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ട് തെറ്റുകളേറ്റു പറയണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് മാപ്പ് തരണ്ട, അവൾക്കങ്ങ് മാപ്പ് കൊടുക്കണം. അവളുടെ എല്ലാ തെറ്റുകൾക്കും കാരണക്കാരി ഞാനാണ്. ഞാൻ മാത്രമാണ്. അവളെ വെറുക്കരുത്. എല്ലാ സത്യങ്ങളും കാണിച്ച് ഞാൻ കോടതിക്ക് എഴുത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ മോളുടെ ഇനിയുള്ള ജീവിതം ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. നിങ്ങൾക്ക് മാത്രമേ നമ്മുടെ മോളെ രക്ഷിക്കാൻ കഴിയൂ. ഞാൻ പോകുന്നു. ഇനി ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്.